ഒന്നാം ക്ലാസ്സിലെ ടേം 2 ഇംഗ്ലീഷിൽ പ്ലാനിങ് എ പിക്നിക് എന്ന ചാപ്റ്റർ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? നെയിം ദീസ് ചിൽഡ്രൻ. അവിടെ ഓരോ കൂട്ടുകാരെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൻ്റെ നേരെ അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അത് ആരാണ് ചെയ്തത് എന്നാണ് നമ്മളവിടെ എഴുതേണ്ടത്. ഫസ്റ്റ് എന്താണ്? ഐ ഹാഡ് ടു വാട്ടർ ദ പ്ലാന്റ്സ്. എനിക്ക് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു. അതാരാ പറഞ്ഞ്? ശാശ. അവിടെ ശാശ എന്നാണ് എഴുതി കൊടുക്കേണ്ടത്. ഐ വെന്റ് ഫോർ എ വാക്ക് വിത്ത് ഗ്രാൻഡ്പ. ഞാൻ ഗ്രാൻഡ്പായുടെ കൂടെ നടക്കാൻ പോയതായിരുന്നു, വാക്കിന് പോയതായിരുന്നു. അതാരാ പറഞ്ഞത്? യൂസഫ്. ഐ ഹെൽപ്ഡ് മൈ സിസ്റ്റർ ലേൺ ദ ആൽഫബറ്റ്. ഞാൻ എൻ്റെ സിസ്റ്ററിനെ ആൽഫബറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തതായിരുന്നു. അതാരാണ് കുട്ടികളെ പറഞ്ഞത്? ഗട്ടു അല്ലേ? ഗട്ടു എന്ന് അവിടെ എഴുതണം. ഐ ഹെൽപ്ഡ് അമ്മ വാഷ് ദ കാർ ആൻഡ് ഫോൾഡ് ക്ലോത്ത്സ്. അതാരാ പറഞ്ഞേ? പാർത്ത്. പിന്നെ ആൻസർ ദീസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വരുന്നത്. ഹൂ വാസ് അന്ന വെയിറ്റിംഗ് ഫോർ? അന്ന ആർക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റ് ചെയ്തിരുന്നത്? ആർക്ക് വേണ്ടിയിട്ടാണ്? അവളുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി. അപ്പോൾ അവിടെ എന്ത് എഴുതണം? ഹെർ ഫ്രണ്ട്സ്. ഹൗ ഡിഡ് ഗട്ടു ഹെൽപ്പ് ഹിസ് സിസ്റ്റർ? ഗട്ടു എങ്ങനെയാണ് അവൻ്റെ സിസ്റ്ററിനെ ഹെൽപ്പ് ചെയ്തതെന്നാണ് അവിടെ ചോദിച്ചത്. എങ്ങനെയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്? ഗട്ടു ഹെൽപ്ഡ് ഹിസ് സിസ്റ്റർ ലേൺ ദ ആൽഫബറ്റ് അല്ലേ? ആൽഫബറ്റ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്തത് അല്ലേ? അടുത്തത് എന്താ ചോദിക്കുന്നത്? വൈ വാസ് ശാശ ലേറ്റ്? എന്തുകൊണ്ടാണ് ശാശ ലേറ്റ് ആയത്? എന്തുകൊണ്ടാ? ഷീ ഹാഡ് ടു വാട്ടർ ദ പ്ലാന്റ്. അവൾക്ക് ചെടി നനയ്ക്കാനുണ്ടായിരുന്നു അല്ലേ? വേർ ഡിഡ് ദ ചിൽഡ്രൻ പ്ലാൻ ടു ഗോ ഫോർ എ പിക്നിക്? അവർ പിക്നിക്ക് പോവാൻ എവിടേക്കാണ് പ്ലാൻ ചെയ്തത്? എവിടേക്കാണ് പ്ലാൻ ചെയ്തത്? ദ ഫ്ലവർ ഗാർഡൻ. മേക്ക് 2 വേർഡ്സ് ഫ്രം ദീസ് വേർഡ്സ്. 2 വേർഡ് ഉണ്ടാക്കണം. എന്തിൽ നിന്ന്? താഴെ കൊടുത്തിരിക്കുന്ന വേർഡുകളിൽ നിന്നും. ഫസ്റ്റ് എന്ത് വേർഡാണ് കൊടുത്തിരിക്കുന്നത്? പ്ലേ ഗ്രൗണ്ട്. അതിൻ്റെ ആൻസർ എക്സാമ്പിളായിട്ട് അവർ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പ്ലേ ആൻഡ് ഗ്രൗണ്ട്. അടുത്തത് ഫുട് പ്രിൻറ്റ്. ഫുട് പ്രിൻറ്റ്. റെയിൻ കോട്ട്. റെയിൻ കോട്ട്. ഫുട്ബോൾ. ഫുട് ബോൾ. അങ്ങനെ 2 വേർഡാക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞത്. അടുത്തത് എന്താണ്? ചിത്രം നോക്കിയിട്ട് അതിന് താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഹൂ ഈസ് ഓൺ ദ സ്ലൈഡ്? ആരാണ് സ്ലൈഡിൽ ഉള്ളത്? ആരാണ് സ്ലൈഡിലുള്ളത്? ലില്ലി അല്ലേ? അടുത്തത് ഹൂ ഈസ് റൈഡിങ് എ ബൈസിക്കിൾ? ആരാണ് സൈക്കിൾ ഓടിക്കുന്നത്? അക്രാം. വാട്ട് ഈസ് വരുൺ പ്ലേയിങ് വിത്ത്? വരുൺ എന്തിനോണ്ടാണ് കളിക്കുന്നത്? എന്തിനു കൊണ്ടാ? വരുണിൻ്റെ നേരെ ഒരു ഫുട്ബോൾ ഉണ്ടല്ലേ? അപ്പം ഫുട്ബോൾ എന്നാണ് എഴുതേണ്ടത്. വാട്ട് ഈസ് രശ്മി ഡൂയിങ്? രശ്മി എന്താണ് ചെയ്യുന്നത്? റീഡിങ്. അവളുടെ കയ്യിൽ കുറേ ബുക്ക് കാണുന്നുണ്ടല്ലേ? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ഡോഗ്? ഡോഗിൻ്റെ പേരെന്താണ് അതിൽ കൊടുത്തിരിക്കുന്നത്? കോക്കോ. അടുത്തത് അവിടെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിന് നേരെ അതിൻ്റെ കറക്റ്റ് പേര് എഴുതാൻ കേട്ടോ. ഫസ്റ്റ് എന്ത് റൈസാണ് കൊടുത്തിരിക്കുന്നത്? സാക്ക് റൈസ് അല്ലേ? സെക്കൻഡ് എന്താണ്? ലെമൺ ആൻഡ് സ്പൂൺ റൈസ്. തേർഡ് വൺ എന്താണ്? ഫ്രോഗ് റൈസ്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാം കേട്ടോ.